ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതാ കുത്തനെ അങ്ങ് ഇറങ്ങി പോവാണ്. ഇറക്കത്തിൽ നല്ല രസമൊക്കെയാണ് കേട്ടോ, തെന്നി തെറിച്ച് വീഴാതെ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളൂ. പക്ഷേ അങ്ങോട്ട് കയറാനായിട്ടാണ് ഇനി ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങ് ഇറങ്ങി പോയാൽ മതി. ഇതൊക്കെ കൂടെ കയറി വരുന്നതാണ് ഞാനിനി ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി ചെന്ന് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. അണ്ട് ഇറങ്ങിയത് നല്ലോണം മുതലാവും. നമുക്കതിൻ്റെ അടിയിൽ പോയി നിന്നിട്ടങ്ങ് ആസ്വദിക്കാം. പിന്നെ ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം എവിടെയെങ്കിലുമൊക്കെ പതിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ച് വേണം പോയിട്ട് വരാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇതിൻ്റെ അവിടെയൊക്കെ കുറേ ഇങ്ങനെ പകുതി പണിയെടുത്ത് കുഞ്ഞു വീട് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. വല്ല ഹോം സ്റ്റേയോ അങ്ങനെ എന്തോ വരാനുള്ളതാണ് തോന്നുന്നു. പിന്നെ ഒന്നും പണിയെടുത്തിട്ടില്ല തോന്നുന്നു. ഒക്കെ ഇങ്ങനെ പകുതിയായിട്ട് നിർത്തി കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. ഇന്നിവിടെ കുറച്ചധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ 2 ഗ്യാങ് ആയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കയറി പോകണ്ടായിരുന്നു. ഫസ്റ്റ് ആൾക്കാർ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പോയി. അന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ കരക്ക് പോയി നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയാണല്ലോ. അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഒരാളും ഇല്ലാതെ നമ്മൾ അതിൻ്റെ ചോട്ടിലൊക്കെ പോയി നിന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് ഇനിയൊരു പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ടൊക്കെ വരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പേടിയില്ല, ആളും ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ പോയ സ്ഥലത്തും ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ പോയ പോലെ തന്നെ കുറച്ച് ഗ്യാങ്ങാർ പിന്നെയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോണതിനനുസരിച്ച് ഓരോ ആൾക്കാർ അവിടെ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് കേട്ടോ വീഡിയോ കണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ എടുത്ത് തന്നെ ആട്ടും നമ്മളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും നല്ല അടിപൊളി സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എടുത്തുള്ളതൊന്നും നമ്മളറിയില്ല. വേറെ ആരോ ഒരു വീഡിയോയിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അതിന് കണ്ടിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉള്ളത് നമ്മൾ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനി വെള്ളത്തിലൂടെ ഒക്കെ കുറച്ച് നടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടി വരെ നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും. പക്ഷേ പകുതി എത്തുമ്പോൾ എന്നെ മൂടണ വെള്ളം ഉണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എന്നാലും കാലൊക്കെ അങ്ങനെ നമുക്ക് വിരലുമൊക്കെ നടന്നു പോകാമെന്ന് പറയില്ലേ, അങ്ങനെ നടന്നിട്ട് നമുക്ക് പോവാം. പക്ഷെ നമുക്കൊരു പേടി വരും. കൂടെ നമുക്ക് ആൾക്കാർ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോവാം. അങ്ങനെ ഇന്ന് ഏതായാലും ഞാൻ അതിൻ്റെ അടി വരെ പോയിട്ട് ഞങ്ങളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നു ആസ്വദിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അവിടെ എത്തിയപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ അടിപൊളി സ്ഥലം. അതിൻ്റെ അടി വരെ നമുക്ക് നടന്നു പോകാനായിട്ട് പാറാണ് കേട്ടോ. അങ്ങനെ ഞാനാണ് ആ ബാക്കിൽ പോണത്. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ അടിയിലൊക്കെ പോയി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ വന്നെന്നും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കുറേ മണ്ടത്തരും പൊട്ടത്തരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്തൊക്കെ ആക്കിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ട് കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടി സെക്കൻഡ് ചാനൽ ഉണ്ടാവും. ഈ ചാനലിൽ എന്തെങ്കിലും പറ്റിയാൽ അതിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. പക്ഷേ എനിക്ക് പിന്നെ അതിലങ്ങോട്ട് വീഡിയോ ഇടാൻ തോന്നിയില്ല കേട്ടോ. ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. എന്തോ ഒരു മടുപ്പും ചടപ്പും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുമല്ലോ. നമ്മളൊരു ചാനൽ കഷ്ടപ്പെട്ട് വളർത്തിക്കൊടുന്ന് അത് ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ കയ്യിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ എൻ്റെ ചാനൽ എനിക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ലാന്ന് പിന്നെ എനിക്കിത് കിട്ടിയപ്പോൾ മനസ്സിലായി. ഇതൊക്കെ ഇത്ര നിസ്സാരമായിരുന്നു എന്നിട്ട്. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബല്ല എവിടുന്ന് വേണമെങ്കിലും നമുക്ക് രക്ഷപ്പെട്ട് പോരാട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് യൂട്യൂബ് കുറച്ച് കാലം എന്നെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ എല്ലാം റെഡിയായി, നമ്മുടെ ചാനലൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യട്ടെ. ഈ സെയിം സ്ഥലത്തേക്ക് അന്ന് ഞാൻ വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞതും എന്തൊക്കെയോ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയ സ്പീഡിൽ തന്നെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം നിന്നതിന് ശേഷം തിരിച്ച് കയറി വണ്ടിയിലൊക്കെ കയറി വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോ. ഇങ്ങോട്ട് കയറിയതിൻ്റെ ക്ഷീണം മാറ്റാൻ പിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.